വളരെ വോളറ്റൈലായ ട്രേഡിംഗ് സെഷനായിട്ടും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഈ ആഴ്ചയിലെ രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്ന് നിഫ്റ്റി 100 പോയിന്റ് ഉയർന്ന് 25,041 ക്ലോസിംഗ് നൽകിയത്. IT സെക്ടറിലെയും ഫാർമ സെക്ടറിലെയും സ്റ്റോക്കുകൾ തന്നെയാണ് ഇൻഡെക്സിന് ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകുന്നതിന് പിന്നിലെ പ്രധാന പങ്കുവഹിച്ചത്. IT സെക്ടറിലെയും ഫാർമ സെക്ടറിലെയും പല സ്റ്റോക്കുകളിലും ഇന്ന് 4 മുതൽ 5% റാലി കാണാൻ സാധിക്കുകയും ചെയ്തു. നിഫ്റ്റി 50യിലെ 50 സ്റ്റോക്കുകളിൽ 33 സ്റ്റോക്കുകളും പോസിറ്റീവ് ടെറിട്ടറിയിൽ ക്ലോസിംഗ് നൽകി. ഡിവിസ് ലാബ്, LTI Mindtree, ഭാരതി എയർടെൽ, വിപ്രോ, HCL ടെക്നോളജി തുടങ്ങിയ സ്റ്റോക്കുകൾ 2 മുതൽ 5% ഉയർന്നു. ബ്രോഡർ ഇൻഡെക്സ് മാത്രമല്ല, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഇൻഡെക്സുകളും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. നിഫ്റ്റി സ്മോൾ ക്യാപ് ഇൻഡെക്സ് 1.15% ഉയർന്നു. പിരാമൽ ഫാർമ, ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽ, ITI, ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻ, സെഞ്ചുറി ടെക്സ്റ്റൈൽസ് ആൻഡ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകൾ 5% ഉയർന്നു. മിഡ് ക്യാപ് സെക്ടറിൽ മിഡ് ക്യാപ് ഇൻഡെക്സ് ഇന്ന് 1.19% ഉയരുകയും റിന്യൂവബിൾ എനർജി സ്റ്റോക്കുകളായ SJVN, സുസുലോൺ, കോഫോർജ്, സി എൻ്റർടൈൻമെൻറ്റ് എൻ്റർപ്രൈസസ് തുടങ്ങിയ സ്റ്റോക്കുകൾ 4 മുതൽ 5% ഉയരുകയും ചെയ്തു. ഇന്ന് IT സെക്ടറിലെ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും IT ഇൻഡെക്സ് സെപ്റ്റംബർ മാസത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഇൻട്രാഡേ ഗെയിൻ രേഖപ്പെടുത്തുകയും ചെയ്തു. അമേരിക്കയിലെ US ഫെഡ് റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കാൻ പോകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ FPIs, അതായത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്, ഇന്ത്യൻ IT സെക്ടറിലും ഹെൽത്ത് കെയർ സെക്ടറിലും മികച്ച ബൈയിങ് നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റാണ് ഇന്ന് IT ഇൻഡെക്സിൽ കാണാൻ സാധിച്ചത്. FPIs ആഗസ്റ്റ് മാസത്തിൽ IT സെക്ടറിൽ $40.36 ബില്യൺ, ഹെൽത്ത് കെയർ സെക്ടറിൽ $51.99 ബില്യൺ ബൈയിങ് നടത്തി. ഇനി ഈ സെക്ടർ കൂടാതെ മറ്റൊരു സെക്ടറിൽ നിന്ന് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചത് സ്നാക്സ് സെക്ടറിലെ സ്റ്റോക്കുകളാണ്. സ്നാക്സ് സെക്ടറിലെ സ്റ്റോക്കുകളായ ബികാജി ഫുഡ്സ് ഇന്റർനാഷണൽ, ഗോപാൽ സ്നാക്സ്, പ്രതാപ് സ്നാക്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ 7 മുതൽ 10% ഉയർന്നു. സ്നാക്സിന് മുകളിലുള്ള GST ടാക്സ് 18% നിന്നും 12% കുറച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്നാക്സ് സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചത്. ബികാജി ഫുഡ് 7.76%, ഗോപാൽ സ്നാക്സ് 10%, പ്രതാപ് സ്നാക്സ് 8.05% ഉയർന്നു. ഫാർമ സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചതിന് പിന്നിലെ പ്രധാന കാരണം അമേരിക്ക പാസ് ചെയ്ത ബയോസെക്യൂർ ആക്റ്റാണ്. അമേരിക്ക പാസ് ചെയ്ത ബയോസെക്യൂർ ആക്ടിൻ്റെ ഇമ്പാക്റ്റ് എന്നവണ്ണം ഇന്ന് ഫാർമ ഇൻഡെക്സ് 1.08% ഉയരുകയും ഇൻഡെക്സിലെ 20 സ്റ്റോക്കുകളിൽ 14 സ്റ്റോക്കുകളും പോസിറ്റീവ് ടെറിട്ടറിയിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഡിവിസ് ലാബ് 4.9%, ഗ്രാന്യൂൾസ് ഇന്ത്യ 4.1%, ലൗറസ് ലാബ് 3.21% ഉയർന്നു. ഇവിടെ ചൈനയ്ക്ക് മുകളിലുള്ള ബയോഫാർമസ്യൂട്ടിക്കൽ ഡിപ്പെൻഡൻസ് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് US ബയോസെക്യൂർ ആക്ട് പാസ് ചെയ്തത്. ഇതിൻ്റെ ബെനിഫിറ്റ് ഇന്ത്യൻ CDMO കമ്പനികൾക്ക്, അതായത് കോൺട്രാക്ട് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനുഫാക്ചറിംഗ് സെക്ടറിലെ കമ്പനികൾക്ക് ലഭിക്കും. ഇനി ഇൻഡെക്സിൻ്റെ പ്രധാന ലെവൽ കൂടി മനസ്സിലാക്കാം. ഇൻഡെക്സ് ഇന്നത്തെ ദിവസം 25,100 താഴെയാണ് ക്ലോസിംഗ് നൽകിയത്. 25,100 താഴെ ഇന്ത്യൻ ഇൻഡെക്സ് നിലനിൽക്കുന്നിടത്തോളം കാലം മാർക്കറ്റിൽ വീക്ക്നെസ്സും സെല്ലോൺ റൈസ് എന്ന ട്രെൻഡും വരാൻ സാധ്യതയുണ്ട്. വരും സമയങ്ങളിൽ 25,100 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റും ഏറെക്കുറെ സ്റ്റേബിൾ ആകും എന്ന് പ്രതീക്ഷിക്കാം. 24,900, 24,750 തുടങ്ങിയ ലെവലുകളാണ് മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. US ഇന്ന് പാസ് ചെയ്ത ബയോസെക്യൂർ ആക്ടിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കിനെ കൂടി പരിചയപ്പെടാം. സ്റ്റോക്കിൻ്റെ പേര് ഡിവിസ് ലാബ്. ആദ്യം തന്നെ ബയോസെക്യൂർ ആക്റ്റുമായി ബന്ധപ്പെട്ട് വന്ന ചില അപ്ഡേറ്റുകൾ മനസ്സിലാക്കാം. ഇവിടെ അമേരിക്കയുടെ ജനോമിക് ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ചൈനയിലെ ബയോടെക് ഫിംസുമായി അമേരിക്കൻ കമ്പനികൾക്കുള്ള പാർട്ട്ണർഷിപ്പിനെ ബാൻ ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അമേരിക്കൻ കമ്പനികൾ ചൈനീസ് ബയോടെക് ഫിംസുമായി പാർട്ട്ണർഷിപ്പിൽ എത്തുന്നതിനെ തടയുന്നതിന് വേണ്ടിയാണ് ബയോസെക്യൂർ ആക്ട് ഇന്ന് പാസ് ചെയ്തത്. ഇതുവഴി അമേരിക്കയിലെ വലിയ ഫാർമ കമ്പനികൾക്ക് ഇനി മുതൽ ചൈനീസ് ബയോടെക് കമ്പനികളുമായി പാർട്ട്ണർഷിപ്പിലെത്താൻ സാധിക്കുകയില്ല. BGI ജെനോമിക്സ്, MGI ടെക്, കംപ്ലീറ്റ് ജെനോമിക്സ് തുടങ്ങിയ അമേരിക്കയിലെ വലിയ ഫാർമ കമ്പനികൾക്ക് ഇനി ആൾട്ടർനേറ്റീവ് സപ്ലയേഴ്സുമായി കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ എത്തേണ്ടതായിട്ട് വരും. ഇത് ഇന്ത്യൻ ഫാർമ സെക്ടറിൽ വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നൽകുന്നത്, പ്രത്യേകിച്ചും കോൺട്രാക്ട് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻ കമ്പനികൾക്ക്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് CDMO സെക്ടറിലെ പല സ്റ്റോക്കുകളും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. ഇനി ഇന്ത്യൻ CDMO സെക്ടറും വരും സമയങ്ങളിൽ വളരെ വലിയ വളർച്ച കൈവരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ CDMO സെക്ടറിൻ്റെ 8% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ചൈനയാണ്. ചൈന CDMO ഇൻഡസ്ട്രിയിൽ
ലീഡിംഗ് പൊസിഷനിലാണുള്ളത്. ഇന്ത്യയുടെ CDMO സെക്ടർ 2.7% മാത്രമാണ്. അതേസമയം ഇന്ത്യൻ ഫാർമ സെക്ടർ കമ്പനികൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു ടെയിൽവിൻഡ് ഇന്ത്യൻ CDMO സെക്ടറിൻ്റെ എക്സ്പാൻഷനും ഇന്ത്യൻ ഫാർമ സെക്ടറിലെ കമ്പനികൾക്ക് മികച്ച ഒരവസരവും നൽകും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ റേറ്റിംഗ് ആൻഡ് റിസർച്ച് റിപ്പോർട്ട് പല ഇന്ത്യൻ കമ്പനികളും വരുന്ന 12 മുതൽ 18 മാസത്തിനുള്ളിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കും എന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. CDMO സെക്ടറിലെ പ്രധാന സ്റ്റോക്കുകളായ ഡിവിസ് ലാബ്, ലൗറസ് ലാബ്, സിയഞ്ചിൻ ഇൻ്റർനാഷണൽ തുടങ്ങിയ കമ്പനികൾക്കായിരിക്കും ഇതിൻ്റെ ബെനിഫിറ്റ് ഡയറക്റ്റായി ലഭിക്കുക. ഇതിൻ്റെ ബെനിഫിറ്റ് ഏറ്റവും അധികം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കമ്പനി ഡിവിസ് ലാബാണ്. ഡിവിസ് ലാബ് ഇന്ന് 5% ഉയർന്നു. ഡിവിസ് ലാബിൻ്റെ മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ 5000-ന് മുകളിൽ സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വരികയും ചെയ്തു. സ്റ്റോക്ക് ഇപ്പോൾ 5445 ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും സ്റ്റോക്ക് ഏകദേശം 3500 പോയിൻ്റ് വരെ പൊസിഷണലി നീങ്ങാനുള്ള സാധ്യതയുണ്ട്. കാലതാമസം എടുത്തേക്കും, അതായത് 18 മുതൽ 12 മാസത്തെ കാലതാമസം എടുത്തേക്കാം. എന്നിരുന്നാലും ഇപ്പോൾ ഫാർമ സെക്ടറിന് അനുകൂലമായി വന്നിരിക്കുന്ന ഇതിൻ്റെ ഇമ്പാക്റ്റ് ഡിവിസ് ലാബ് എന്ന സ്റ്റോക്കിൽ ബെനിഫിറ്റായി പ്രവർത്തിച്ചേക്കും. ഡിവിസ് ലാബിനെ സംബന്ധിച്ചിടത്തോളം 5000 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സ്റ്റോക്കിൽ 6000, 6500, 7000 പോലുള്ള ടാർഗറ്റുകൾ വരും സമയങ്ങളിൽ എയിം ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്